നിങ്ങൾ ഒരു 25+ ഏജ് ഒക്കെ കഴിഞ്ഞാല് നിങ്ങൾ എന്തായാലും ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് വൈറ്റമിൻ ഡി. കാരണം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. സൺഷൈൻ വൈറ്റമിൻ എന്നാണ് അതിന് പറയാ. കൂടുതലായിട്ട് നമുക്ക് സൺലൈറ്റിൽ നിന്നാണ് അത് അധികം കിട്ടാറ്. ഇപ്പം അധികം അങ്ങനെ എല്ലാരും ഒന്നും വെയിൽ കൊള്ളുന്ന കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വൈറ്റമിൻ ഡി നല്ല കുറവുണ്ടാവും. പിന്നെ അതുപോലെ ഫുഡിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാത്തതിന്റെ കുറവ് എല്ലാം ഉണ്ടാവും നമ്മുടെ ശരീരത്തില്. ഇപ്പൊ ശരീരത്തിൽ മെയിൻ ആയിട്ട് നമുക്ക് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ടയേർഡ് ആവുക, നമ്മുടെ മസിലൊക്കെ വീക്ക് ആവുക, ക്ഷീണാണ് ഇതിന്റെ മെയിൻ ഒരു സിംറ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഒരു ഏജ് കഴിഞ്ഞാൽ എന്തായാലും നോക്കേണ്ട ഒരു ടെസ്റ്റ് ആണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഒരു നോർമൽ പേഴ്സണ് ഒരു 30 to 50 നാനോഗ്രാംസ് എങ്കിലും ഈ ഒരു വൈറ്റമിൻ ഡി വേണം. അതിൽ കുറവൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു വൈറ്റമിൻ ഡിന്റെ ടാബ്ലറ്റിന്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പം ഇതാണ് ടാബ്ലറ്റ്. ഇത് കാർബമൈഡ് 40ന്റെ കോളികാൽസിഫറോൾ 60,000 IU ടാബ്ലറ്റ് ആണ്. അപ്പം ഈ ഒരു പാക്കറ്റില് ഇതിൽ തന്നെ 10 പാക്കറ്റ് ഉണ്ടാവും. അതിൽ ഒരു പാക്കറ്റിൽ 4 ടാബ്ലറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് ച്യൂയിങ് ഫോമിലാണ്. നമുക്ക് വെള്ളം കുടിക്കേണ്ട, ചുമ്മാ ചവച്ച് തിന്നാൽ മതി. ആഴ്ചയിൽ ഒരു ടാബ്ലറ്റ് മാത്രമേ നമ്മൾ ഇത് എടുക്കാവുള്ളൂ. ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം, നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് കുറവാന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഈ സപ്ലിമെന്റ് എടുക്കുക. അപ്പൊ ചിലപ്പോൾ വീക്ക്ലി ഒന്ന് എടുക്കാൻ പറയും, അല്ലെങ്കിൽ മന്ത്ലി വൺസ് എടുക്കാൻ പറയും. അപ്പൊ എങ്ങനെയാണോ നിങ്ങളുടെ ഡോക്ടർ പറയുന്നത് അതുപോലെ എടുക്കുക. എല്ലാവരും ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ എടുക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, നമുക്ക് ശരീരത്തിൽ ക്ഷീണം വരിക, നമുക്ക് എന്താ പറയാ, എപ്പോഴും ഉറങ്ങണം തോന്നുക, ഒട്ടും ആക്റ്റീവ് അല്ലാതെയൊക്കെ വരിക, പിന്നെ ഈ കാല് എന്താ പറയാ, ഇങ്ങനെ സൂചി കുത്തുന്നൊക്കെ ഒരു വേദന, ഒരു അസ്വസ്ഥത വരില്ലേ, അപ്പം അത് കൈയും കാലൊക്കെ ഇങ്ങനെ കൊച്ചി പിടിക്കുക, ഇതെല്ലാം മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു വൈറ്റമിൻ ഡിന്റെ കുറവ് കൊണ്ടാണ്. വേറെ ഹെൽത്ത് ഇഷ്യൂസിൽ ഇതൊക്കെ കാണാം കേട്ടോ, തൈറോയിഡ് അങ്ങനെയുള്ള ഇഷ്യൂസിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വൈറ്റമിൻ ഡിന്റെ കുറവുണ്ടെങ്കിലും ഇതൊക്കെ വരും. അപ്പം ഇപ്പൊ തൈറോയിഡ് ഉള്ളത് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. അപ്പം ഈ ഒരു സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ ഞാനിത് കഴിക്കുന്നുണ്ട്, ഞാൻ ഈ സപ്ലിമെന്റ് എടുക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. കാരണം ആ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായി, എനർജി, നമുക്ക് ഭയങ്കര എനർജി കിട്ടിയ പോലെയൊക്കെ ഉണ്ടാവും. അപ്പം അത്രയൊക്കെയാണ് എനിക്ക് കിട്ടിയ ആ ഒരു ബെനിഫിറ്റ്സ്. പിന്നെ ഇത് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഫാറ്റ്, അതായത് ഇപ്പം മുട്ട അല്ലെങ്കിൽ മാംസം അങ്ങനെയുള്ള എന്തിനെങ്കിലും കൂടെ വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പൊ രാവിലെയൊക്കെ ആണെങ്കിൽ ഇപ്പൊ മുട്ടയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എടുക്കാം. അപ്പൊ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാല് സെയിം ആ ഒരു ടൈമിൽ തന്നെ നെക്സ്റ്റ് വീക്കിലും കഴിക്കാൻ ശ്രമിക്കുക. ഇപ്പം ഈ ആഴ്ച വ്യാഴാഴ്ച കഴിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ആഴ്ച വ്യാഴാഴ്ച തന്നെ ആ ഒരു ടൈം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ കഴിക്കാൻ നോക്കുക. പിന്നെ ഇതിന്റെ റേറ്റ്, ഞാനിത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അപ്പൊ അറൌണ്ട് 380 rupees ഒക്കെയാണ് ഇതിന് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് മേടിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്താണ് ഫീഡ്ബാക്ക് എന്നുള്ളത് കമന്റിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.